ഞാൻ മരിക്കാനാണ് പോകുന്നത്, അല്ലെങ്കിൽ അവർ എന്നെ കൊല്ലും. ഇത് 23-കാരിയായ ഫാസീല ജീവനൊടുക്കുന്നതിന് മുൻപ് സ്വന്തം അമ്മയ്ക്കയച്ച അവസാനത്തെ സന്ദേശമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2017-നും 2022-നും ഇടയിൽ ഇന്ത്യയിൽ പ്രതിവർഷം ശരാശരി 7000 സ്ത്രീധന മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഓരോ 75 മിനിറ്റിലും ഒരു സ്ത്രീ സ്ത്രീധനത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് കൊല്ലപ്പെടുന്നു. വിസ്മയ, ഉത്ര, ഫാസീല ഈ പേരുകൾ വെറും മരണപ്പെട്ടവരുടെ ലിസ്റ്റ് മാത്രമല്ല, നമ്മുടെ സമൂഹം കൊലയ്ക്കു കൊടുത്ത ജീവിതങ്ങളാണ്. ഈ ഭീകരമായ യാഥാർത്ഥ്യത്തിന് നേരെ നമുക്ക് ഇനിയും എത്ര നാൾ കണ്ണടയ്ക്കാനാകും? നമ്മുടെ നിയമം ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. പുതിയ ഭാരതീയ ന്യായ സംഹിതയുടെ 80-ാം വകുപ്പ് പ്രകാരം വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ അസ്വാഭാവിക സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ മരണത്തിന് തൊട്ടുമുൻപ് അവൾ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ക്രൂരത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കും. ഇതിനുള്ള ശിക്ഷ കുറഞ്ഞത് 7 വർഷം തടവും, അത് ജീവപര്യന്തം വരെ നീട്ടാവുന്നതുമാണ്. മാത്രമല്ല, ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതോ അവളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഹാനി വരുത്തുന്നതോ ആയ ഏത് പെരുമാറ്റവും നിയമപ്രകാരം ക്രൂരതയാണ്. ഇത്രയും ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ദുരാചാരം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനാവാത്തത്? പ്രധാന കാരണം നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ സാംസ്കാരിക സമ്മർദ്ദമാണ്. 1961-ൽ സ്ത്രീധന നിരോധന നിയമം വന്നിട്ടും സമ്മാനങ്ങൾ എന്ന പേരിൽ ഈ കച്ചവടം ഇന്നും നിർബാധം തുടരുന്നു. ഗ്രാമീണ ഇന്ത്യയിലെ 95% വിവാഹങ്ങളിലും സ്ത്രീധനം നൽകിയിട്ടുണ്ടെന്നാണ് ലോകബാങ്കിന്റെ പഠനം വെളിപ്പെടുത്തുന്നത്. സ്ത്രീകളെ ഒരു ഭാരമായും ഉപഭോഗ വസ്തുവായും കാണുന്ന പുരുഷാധിപത്യ ചിന്തകളും ആഡംബര വിവാഹങ്ങളോടുള്ള ഭ്രമവും ഈ ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. സാമൂഹിക കാരണങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് നീതി നടപ്പാക്കേണ്ട നമ്മുടെ സംവിധാനങ്ങളും പലപ്പോഴും പരാജയപ്പെടുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് സ്ത്രീധന മരണങ്ങളിൽ പകുതിയോളം കേസുകളിൽ മാത്രമാണ് കുറ്റപത്രം പോലും സമർപ്പിക്കുന്നത്. പല കേസുകളും തെളിവുകളുടെ അഭാവം പറഞ്ഞ് വൈകിക്കുകയോ അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുന്നു. ഇനി കേസ് കോടതിയിലെത്തിയാലോ ശിക്ഷാനിരക്ക് വളരെ തുച്ഛമാണ്. ഇത് കുറ്റവാളികൾക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ധൈര്യം നൽകുന്നു. പലപ്പോഴും പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം പരാതികൾ ഒരു ക്രിമിനൽ കുറ്റമായി കാണാതെ മധ്യസ്ഥതയിലൂടെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതും നാം കാണുന്നു. അപമാന ഭയം കാരണം പല കുടുംബങ്ങളും പരാതിപ്പെടാൻ മടിക്കുന്നതോടെ കുറ്റവാളികൾ വീണ്ടും സംരക്ഷിക്കപ്പെടുന്നു. ഇന്ത്യൻ സമൂഹത്തിന് ഇതൊരു ശാപമാണെന്ന് സുപ്രീം കോടതി തന്നെ പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? ഇത് എങ്ങനെ ഒഴിവാക്കാനാവും? ഇതിനെല്ലാമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധി സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നതാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കണം. സ്വന്തമായി വരുമാനമുള്ള, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ആരും ധൈര്യപ്പെടില്ല. അതോടൊപ്പം നിയമപാലനം ശക്തമാക്കുകയും വേണം. സ്ത്രീധന പരാതികൾ ഒത്തുതീർപ്പല്ല, ക്രിമിനൽ കുറ്റമാണെന്ന ബോധ്യത്തോടെ പോലീസ് പെരുമാറണം. കേസുകൾ വിചാരണ ചെയ്യുന്നതിനായി പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് നീതി വേഗത്തിലാക്കാൻ സഹായിക്കും. ഏറ്റവും പ്രധാനമായി പീഡനം സഹിച്ച് വീട്ടിൽ നിന്നിറങ്ങുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും താമസ സൗകര്യവും നൽകുന്ന സുരക്ഷിത കേന്ദ്രങ്ങൾ നമുക്ക് വേണം. വിസ്മയുടെയോ ഉത്രയുടെയോ ഫാസീലയുടെയോ സ്ഥാനത്ത് നമ്മുടെ സഹോദരിയോ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ ആകാമെന്ന ചിന്ത നമ്മളെ ഓരോരുത്തരെയും ഭയപ്പെടുത്തണം. നിയമങ്ങൾ പുസ്തകത്തിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ സഹോദരിമാർ കയറുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇതിനൊരു മാറ്റം വരേണം. ആ മാറ്റം നമ്മളിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ.